നമസ്കാരം. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള പശ്ചിമ ബംഗാൾ സർക്കാരിനെതിരായ മുല്ല മദ്രസ മാഫിയ പരാമർശങ്ങളുടെ പേരിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെ നടപടിയെടുക്കാത്തതിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മഹുവ മൊയ്ത്ര ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അതിശക്തമായ ഭാഷയിൽ വിമർശിച്ചു. മുല്ല മദ്രസ മാഫിയ സർക്കാരാണ് ബംഗാളിലുള്ളത് എന്ന അമിത്ഷായുടെ പ്രയോഗമാണ് തൃണമൂൽ നേതാവിനെ ചൊടിപ്പിച്ചത്. നിങ്ങൾ മയക്കുമരുന്ന് കഴിച്ചോ അതോ മരിച്ചോ? വിദ്വേഷം, വിഭജനം, കൊല എന്നീ മോദിയുടെ പെരുമാറ്റച്ചട്ടം മാത്രമാണോ നിങ്ങളുടെ വഴികാട്ടി എന്നൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് മഹുവ മൊയ്ത്ര ചോദിച്ചത്. നിങ്ങളെയോർത്ത് ലജ്ജിക്കുന്നു എന്ന് കുറിച്ച് അവസാനിക്കുന്ന എക്സിലെ പോസ്റ്റ് വലിയ വിവാദമാണ് ഉണ്ടാക്കിയത്. ബി.ജെ.പി. നയിക്കുന്ന എൻ.ഡി.എയോട് പക്ഷപാതപരമായി പെരുമാറുകയാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയ ഏറ്റവും ഒടുവിലത്തെ ആരോപണമാണ് തൃണമൂൽ നേതാവ് നടത്തിയത്. പ്രതിപക്ഷം ആരോപിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമീപനത്തിനെതിരെ നീട്ടിയ വിമർശനങ്ങളുടെ നീണ്ട പട്ടികയിൽ ഏറ്റവും കരുത്തുറ്റ പ്രതികരണമാണ് മഹുവയിൽ നിന്നുണ്ടായത്. മെയ് 15-ന് ബംഗാളിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അമിത്ഷാ പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് സർക്കാരിനെതിരെ അഴിച്ചുവിട്ട രൂക്ഷമായ ആക്രമണമാണ് ടി.എം.സി നേതാവിന്റെ പ്രതികരണം ക്ഷണിച്ചു വരുത്തിയത്. മാ മതി മാനുഷ് എന്ന ആദ്യ വാഗ്ദാനം മമതാ സർക്കാർ ഉപേക്ഷിച്ചെന്ന് അമിത്ഷാ ആരോപിച്ചു. പകരം മുല്ല മദ്രസ മാഫിയ എന്നിവയെ പരിപാലിക്കുകയാണ് അവർ എന്നായിരുന്നു അമിത്ഷാ നടത്തിയ പ്രയോഗം. ഹൈക്കോടതി വിധി അവഗണിച്ച് സംസ്ഥാന ഫണ്ടിൽ നിന്ന് ഇമാമുമാർക്കും മുല്ലമാർക്കും ഓണറേറിയം നൽകുന്ന പശ്ചിമ ബംഗാൾ സർക്കാരിനെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിമർശിച്ചു. ഇമാമുമാർക്കും മുല്ലമാർക്കും സംസ്ഥാന ഖജനാവിൽ നിന്ന് ഓണറേറിയം നൽകുന്നത് ശരിയാണോ എന്നും അദ്ദേഹം ചോദിച്ചു. ഇതിനെതിരെ കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ബംഗാൾ സർക്കാർ വഖഫ് ബോർഡ് വഴി അത് നൽകാൻ തുടങ്ങിയെന്നും ഷാ കുറ്റപ്പെടുത്തി. മമതാ ബാനർജിക്കെതിരെ നിരവധി ആരോപണങ്ങളും അമിത്ഷാ ഉന്നയിച്ചു. അവയിൽ പലതും മതപരമായ അർത്ഥങ്ങളുള്ളതാണ്. മമതാ ബാനർജി റോഹിംഗ്യകളെ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചു. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തില്ല. ദുർഗാ വിഗ്രഹ നിമജ്ജനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. എന്നാൽ റംസാൻ കാലത്ത് അധിക അവധി അനുവദിച്ചു എന്നൊക്കെയാണ് അമിത്ഷാ നടത്തിയ പ്രയോഗങ്ങൾ. ഹിന്ദു മുസ്ലിം വിവേചനം പറയുന്ന ദിവസം താൻ പൊതുജീവിതം ഉപേക്ഷിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതിന് 24 മണിക്കൂറിന് ശേഷം വന്ന അമിത്ഷായുടെ പരാമർശത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശബ്ദത പാലിക്കുന്നതിലുള്ള പ്രതിഷേധമാണ് മഹുവ തന്റെ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത്. അതിന് വലിയ പരിഗണന കിട്ടിയില്ലെങ്കിലും പ്രകോപനപരമായ പോസ്റ്റിന്റെ പേരിൽ മഹുവയ്ക്കെതിരെ നടപടിയെടുത്താലും അതിൽ അത്ഭുതപ്പെടാനില്ല.